മോൺട്രിയൽ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എവിടെയാ? സെന്റ് ജോസഫ്സ് ഓഴച്ചൂർ. ഇതാണ് ബാക്കിലുള്ള സാധനം. ഇതാണ് ഈ പറഞ്ഞ സാധനം. നല്ല വലുതല്ലേ? ധാരാളം സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ കയറണം. കുറേ ടൂറിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിൽ കണ്ട ബസ്സൊക്കെ, വലിയ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ ആൾക്കാർ ബസ് വല്ലാതെ വെച്ച് സൗണ്ട് ഉണ്ടാക്കി എന്നെ അലോത്സരപ്പെടുത്തുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലുവൻസറും വലിയ പിടിക്കണമെന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരും. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെ ആരൊക്കെ സ്റ്റെപ്പിൽ മുട്ടൂത്തി നിൽക്കുന്നുണ്ട്. എന്താ പരിപാടി എന്നറിയില്ല. മുട്ടൂത്തി ഇവിടെ എന്തൊക്കെ ആചാരമായിരിക്കും. നമ്മൾ സ്റ്റെപ്പ് നടന്ന് മേലെ വന്നു. മേലെ നല്ല വ്യൂ. നല്ല സിറ്റി വ്യൂ. ഇതിൻ്റെ അകത്ത് തന്നെ ഡിഫറെൻറ്റ് ലെവലായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. കുറേ സ്റ്റോറുണ്ട്, കഫറ്റീരിയ. അയച്ചു നോക്കണം. ട്രോന എവിടുന്ന 600 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. നമ്മളതുക്കും മേലെ വന്നിട്ട് നല്ല പൊരിഞ്ഞ വെയിലാണ്, നല്ല ചൂടുണ്ട്. ഒരാൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സെൻറ്റ് ജോസഫ് ഒറേറ്ററി ഒക്കെ കണ്ട് ഡമ്മ് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ മോൺട്രിയൽ സിറ്റിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇനി ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ നടന്ന് കാണാൻ പറ്റും. ഡൊമിനിയോൺ സെന്റർ. ഏതാ സംഭവം? മേരി ക്യൂൻ ഓഫ് ദ വേൾഡ് കത്തീഡ്രൽ. മേരി ക്യൂൻ ഓഫ് ദ വേൾഡ് കത്തീഡ്രൽ. ഓക്കെ, അതാണ് സംഭവം. നല്ല രസമാണത്. ഇവിടേക്ക് ഈവനിങ്ങിൽ ഇങ്ങനെ വ്യൂവും കണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമായിരിക്കും അല്ലേ? നല്ല ഫീൽ ആയിരിക്കും, നല്ല പീസ്ഫുൾ ഫീൽ ഉണ്ട്. നഗരത്തിൻ്റെ നടുക്കെങ്കിലും ആ ഒച്ചയും ബഹളമൊന്നും ഇല്ലല്ലേ? അധികം ഹോണടി സൗണ്ട് ഇല്ല, അധികം
പറഞ്ഞപ്പോഴേക്കും ഒരു ഓൾറെഡി വന്നു. അധികം ഓൾറെഡി സൗണ്ട് ഒന്നും ഇല്ല. കേക്ക് ഇതാണ് നോർത്ത് ഡോം ബസിലിക്ക. നോർത്ത് ഡോം ബസിലിക്ക. ഫ്രഞ്ച് വേർഡാണ് ഇതൊക്കെ. ഇവിടെ ഈ നമ്മളൊരു ലൈറ്റ് ഷോ കാണാൻ വേണ്ടി വന്നേക്കാം. ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഷോ ഉണ്ടാവും. ലൈറ്റ് ഷോ അല്ലേ? നമ്മൾ അന്ന് ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ അവരുടെ സൈറ്റിൽ കയറിയിട്ട്. ഇങ്ങനെ 2 പേരെ ടിക്കറ്റ് അത്രയായി. 60 90 രൂപ മറ്റേ. ഇത് കാണുകയും ചെയ്യാം. അങ്ങനെ 2 പാക്കേജ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ മാത്രം, പിന്നെ വിസിറ്റ് ചെയ്യാനും ലൈറ്റ് ഷോ കാണാനും അല്ലേ. അങ്ങനെ 2 തരം പാക്കേജ് ഉണ്ട്. നമ്മൾ രണ്ടാമത്തെ എടുത്തത് ഇത് 2 കൂടി ചെയ്യാൻ പറ്റുന്നത്. 7 മണിക്കാണ് ഒരു ഷോ. 7 മണിക്ക് 9 മണിക്കും അല്ലേ? 7 മണിക്ക് 9 മണിക്ക് ഷോ. നമ്മൾ 7 മണിക്കാണ് ബുക്ക് ചെയ്തത്. നമ്മളെ ചർച്ചിൻ്റെ അകത്ത് കയറി. നല്ല ഇരുട്ടാണ്. എവിടെയൊക്കെയാണ് പിന്നെ എന്താ നമ്മുടെ പരിപാടി അറിയില്ല. പിന്നെ നമുക്ക് ഇതൊക്കെ ഇത് ഇങ്ങനെ വീഡിയോ നല്ലതുണ്ട് അല്ലേ? ബാക്കിൽ എഡിറ്റ് ചെയ്തൊന്നുമല്ല, ഇത് ഒറിജിനലാണോ? അടിപൊളിയാ പറ്റാറ്. എഡിറ്റ് ചെയ്ത് സ്കൈ മാറ്റിയതല്ല. അപ്പോൾ നോർത്ത് ഡോം ബസിലിക്ക അല്ലേ? അതിൽ വീഡിയോ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിരുന്നു. 1/2 മണിക്കൂറുണ്ടായി. ബോറടിപ്പിക്കുന്നില്ല. നല്ല അടിപൊളി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായി. ലേസറിനെ കൊണ്ടൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങി. ഇനി അടുത്ത് എന്താ പരിപാടി എന്ന് ആലോചിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന്. ഓൾറെഡി നല്ല ടയേർഡായി. നല്ല വെയിൽ ഇതൊക്കെയാണ്. കുറേ നടക്കാനുണ്ട്. ഇന്നലെ തന്നെ ഒരു 12 കിലോമീറ്ററൊക്കെ നടന്നു തോന്നുന്നു. ഇന്നും കുറേ നടന്നു. വെയിലാണ് സഹിക്കാൻ വയ്യാത്തത്. ഇപ്പം നല്ല മഴയുണ്ട്. ചെറിയ മഴയും നല്ല തണുത്ത കാറ്റുള്ളത്. നല്ല സുഖമുണ്ട്. പിന്നെ കാറ്റുണ്ട്. കാറ്റുള്ളതുകൊണ്ട് ഇങ്ങനെ മുട്ടി ഇങ്ങനെ പോകും. മുട്ടി സെറ്റ് ചെയ്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിലത്തെ വ്യൂ നല്ല രസമുണ്ട്. ബാക്കിലേക്ക് ഉണ്ട് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അതേപോലത്തെ എന്താണ് ഇവിടുത്തെ മോൺട്രിയൽ സെൻറ്റമാണ് തോന്നുന്നത്. ഇവിടേക്ക് എന്തൊക്കെയോ കാണാം. ഈ ഫ്രണ്ട് ഫേസിങ് ക്യാമറ മാത്രമേ ഈ ഒരു എഫക്റ്റ് വരുന്നുള്ളൂ. മറ്റേ ബാക്ക് ക്യാമറ എടുത്തിട്ട് നോക്കുമ്പോൾ ഇത്ര ഒരു വരുന്നില്ല. കാറ്റിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കൊണ്ടിരിക്കുന്നത്. അതാ മുടി ഇങ്ങനെ പറക്കുകയാണ്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ നല്ല ബ്ലോക്കാണ്. കാണാൻ വരുന്നവർക്ക് ഓക്കെ. ഇനി അടുത്ത പരിപാടിക്ക് വേണ്ടി പോയിട്ടുണ്ട്. ഞാനിപ്പം വീഡിയോയിലോ എൻ്റെ വ്ളോഗാണ് ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടാവോ? അല്ല അങ്ങനല്ല ഇതിൽ. ഓക്കെ ശരി. നമ്മുടെ 3ാമത്തെയും അവസാനത്തെയും ദിവസമായിരുന്നല്ലേ. അപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന എയർബിഎൻബിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്, അവിടെ പോകും. എന്നിട്ട് എവിടെ പോകണം എന്ന് ആലോചിക്കും. അല്ലെങ്കിൽ ഈറ്റൺ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് മാളിലുണ്ട്. അപ്പോൾ മാളിലും കയറി ഒന്ന് നോക്കി നേരെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാന്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന എയർബിഎൻബി.
ഇതിനോട് ടാറ്റ പറയാണ്. ബൈ 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 പറഞ്ഞു പോവാണ്. ഇത് ഏകദേശം എത്ര, മോൺട്രിയലിൽ നിന്നും ഒരു 34 കിലോമീറ്റർ മുന്നേ ആണ് ഈ സ്ഥലം. ഇതാണ് ആക്ച്വലി പ്ലേസ്. വായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട്. ഈ പാർക്കിൻ്റെ അടുത്തായിട്ടാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം മാപ്പ് ഇട്ടോ, എവിടത്തേക്കാ? ബൊട്ടാണിക്കൽ ഗാർഡൻ. വണ്ടിയിൽ ഫ്യൂവലൊക്കെ ആവശ്യത്തിനുണ്ട്. ടയറും കാര്യമൊക്കെ ചെക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടുന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് 49 കിലോമീറ്റർ ഉണ്ട്. 46 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു, എന്നിട്ട് പാർക്കിംഗ് ടിക്കറ്റൊക്കെ എടുത്തു, ഡാഷ്ബോർഡിൽ വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ എൻട്രി ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 പേർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് എത്ര 20.75 വേണം. ഇതു നമ്മൾ അരിപ്പൂ. ഇവിടെ പറയും നമ്മുടെ നാട്ടിൽ അരിപ്പൂ. നമ്മൾ അരിപ്പൂ എന്നാ പറയുക കണ്ണൂരിലൊക്കെ. നിങ്ങളെന്താ പറയുക? കൊങ്ങി. എന്ത് കൊങ്ങിണിയോ? ഇവിടെ ഒരു വലിയ മാപ്പ് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ള സാധനങ്ങൾ. നമ്മളിപ്പോൾ എവിടെയുള്ളത്? നമ്മുടെ നാട്ടിലെ പുല്ലല്ലേ ഇതല്ലേ? പശുവിനൊന്നും പശുവിന് കൊടുക്കുന്നില്ലല്ലോ. ഈ കാട് നിറച്ചും പുല്ലാണല്ലോ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ജപ്പാനീസിൻ്റെ എന്തോ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണാമല്ലേ. അതൊക്കെ കുറച്ച് നല്ലതുണ്ടാവും. ചൈനീസ് ഗാർഡനൊക്കെ ഉണ്ട്. ഓരോ ആൾക്കാർക്കും ഓരോ ഗാർഡൻ. ഇവിടെ എന്താ അമ്പലക്കുളമൊക്കെ കാണുന്നുണ്ട്. നല്ല ഫ്ലവേഴ്സ്. അമ്പലക്കുളം എന്താ അവിടെ എന്താ? അവിടെ അനാശത്തിൽ ഇങ്ങനത്തെ ഒരാളുണ്ടല്ലോ. ആ പുള്ളിക്കാരി എന്ത് ചെയ്യുന്നു? 2 പേരുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ പ്രകൃതി സ്നേഹിയാ. നീയോ? അതെ. വാ, എത്ര ചെടി നട്ടു? ആകെ നട്ടത് 1 മിന്റിന്റെ ചെടിയാണ് നട്ടത്. ഓവ, ഫോട്ടോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ അതേ കോസ്റ്റ്യൂം ഇട്ട് ഇറങ്ങിയേക്കുക. ഇന്നലെ ഏതോ ഒരു ഫോട്ടോയിൽ നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചിട്ട് ഈ ഡ്രസ്സ് തന്നെ മതിയെന്ന് വെച്ചിട്ട് ഇറങ്ങിയേക്കുക. ഇവിടെ ഇരിക്കും. ഇനി കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് വരാം. യൂസ്ഫുൾ അല്ലാത്ത യൂസ്ഫുള്ളായ ഒരു വാഴ ഒരേ ഫ്രെയിമിൽ. വാഴയൊക്കെ കണ്ടിട്ട് എത്ര കാലയല്ലേ. വാഴയിലുണ്ടല്ലോ. വാഴയൊക്കെ എന്താ പൈസ എന്നറിയും. അപ്പുറത്തെ സൈഡും ഉണ്ടോ വാഴ? കൊലച്ച വാഴയൊന്നും ഇല്ലാവോ? എന്ത് പച്ചക്കറിക്ക് ഓണത്തിനൊക്കെ ഇടുന്ന സാധനം. അതിന്റെ അല്ല ഇങ്ങനെയല്ല. പിന്നെ അതല്ല, അതന്നെയാണ് അതിന്റെ അല്ല ഇങ്ങനെയല്ല. എന്റെ അറിവില്ല എന്റെ അല്ല ഇങ്ങനെയല്ല. ഇങ്ങനെ തന്നെയാണെന്ന് എൻ്റെ അറിവില്. എന്റെ വീട്ടിലുള്ള എന്റെ വർത്തിക്കുന്നൊന്നും ഇങ്ങനെയല്ല. നീ എപ്പോ നട്ടു വളർത്തിയത്? എന്റെ വീട്ടിലുണ്ടായിരുന്നു.
കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. എന്ത് ഫ്ലവർ? സീനിയാണ്, സീനിയർ എഴുതി വെച്ചിട്ടുണ്ട്. Has to be written somewhere. കുറേ വണ്ട് മറ്റു പ്രാണിയൊക്കെ ഉണ്ട്. മുട്ടിയിൽ വല്ലതും വേരി കൂടിയിട്ടുണ്ടോ ആവോ? ഉണ്ടാവില്ല. ഇങ്ങനത്തെ എല്ലാം വന്നിട്ട് 3 ദിവസമായിട്ട് ഫുള്ള് നടത്തുന്നു തന്നെ. തടി വല്ലതും കുറേ ഉണ്ടാവും. ഫുഡും കഴിക്കുന്നുണ്ട് പിന്നെ കുറേ നല്ലോണം. വർക്കൗട്ട്. No workout. Yeah, this is a workout. നമ്മൾ 12 കിലോമീറ്ററോളം ഒരു ദിവസം നടക്കേണ്ടി വരുന്നു ഈ 3 ദിവസമായിട്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നിച്ച് മെട്രോ ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ നടക്കേണ്ടി വരും. പിന്നെ എല്ലാ ലൊക്കേഷനിലും കാർ എടുത്ത് വരികയാണെങ്കിൽ അത്ര അധികം നടക്കേണ്ടി വരില്ല. പിന്നെ കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് തോന്നുന്നത് ഇതല്ലേ, കാർ എടുത്തിട്ട് വരുമ്പോഴേക്കും. അപ്പോൾ ഓരോ സൈഡിലും ഓരോ പാർക്കിലും അല്ലെങ്കിൽ ഓരോ ലൊക്കേഷനിലും പോയി നടന്നു കഴിഞ്ഞിട്ട് പിന്നെ കാറിലിരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പാർക്കിങ് കണ്ടുപിടിക്കൽ ഒരു ടാസ്ക്കാണ്. കുറേ ഉണ്ടാവും, പക്ഷെ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വ്ളോഗിൻ്റെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഈറ്റൺ സെൻറ്ററിലേക്ക് വന്നു. കുറച്ച് ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു. അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈറ്റൺ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മാളാണല്ലേ, അത്യാവശ്യം വലിയ മാളാണ്. അപ്പോൾ ഇവിടുന്ന് ലഞ്ച് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല തിരക്കാണ് മാളിൽ മൊത്തം. ഇപ്പോൾ നമ്മൾ 2 പീസ് പിസയും കുറച്ച് ഡ്രിങ്കും ഒരു ഫ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കഴിക്കാൻ പോകുന്നു.